വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് നിങ്ങൾക്ക് സി പ്രോഗ്രാമിനകത്ത് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ റിപ്പീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചില കീവേഡ്സ് ഉണ്ട് സി പ്രോഗ്രാമിനകത്ത്. ആ കീവേഡ്സ് തന്നെ പ്രധാനപ്പെട്ട രണ്ട് കീവേഡാണ് വൈലും ഡു വൈലും. അപ്പോൾ ഈ രണ്ട് കീവേഡ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന വീഡിയോയിൽ നമ്മൾ മൂന്നാമത്തെ കീവേഡായിട്ടുള്ള, അതായത് ലൂപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർ ലൂപ്പ് അല്ലെങ്കിൽ ഫോർ എന്നുള്ള കീവേഡാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് സ്ലൈഡിലോട്ട് കടക്കാം. വൈൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. വൈൽ സ്റ്റേറ്റ്മെൻറ്റ് സി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്നത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുക. അതായത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് റിപ്പീറ്റായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനകത്ത് സിമ്പിളായിട്ടൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ്. വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ വൈൽ ലൂപ്പ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് കാര്യമാണ് മെയിനായിട്ടും എഴുതാനുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണ് ഒരു ഇനീഷ്യലൈസേഷൻ വേണം. അതായത് ഒരു വേരിയബിളിനെ നിങ്ങൾ ഇനീഷ്യലൈസ് ചെയ്യേണ്ടി വരും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ ജനറൽ സിൻറ്റാക്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൂപ്പ് എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്കറിയാം, ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള മെത്തേഡാണ് ലൂപ്പിംഗ് മെത്തേഡ്. അപ്പോൾ എവിടെ മുതൽ എവിടം വരെ അല്ലെങ്കിൽ എത്ര ടൈംസ് ആ ലൂപ്പ് വർക്ക് ചെയ്യണമെന്ന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കൺട്രോൾ വേരിയബിൾ വേണ്ടി വരും. അപ്പോൾ ആ കൺട്രോൾ വേരിയബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുക. അതാണ് ഇനീഷ്യലൈസ് കൺട്രോൾ വേരിയബിൾ. അതിൻ്റെ സിൻറ്റാക്സ് ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വൈൽ കീവേഡ് യൂസ് ചെയ്തിട്ട് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. നേരത്തെ നമ്മൾ ഈഫ് ലോജിക്ക് എഴുതിയപ്പോൾ, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ ഈഫ് ലോജിക്ക് എഴുതിയപ്പോൾ ഈഫ് എ ലെസ് ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ബി പോലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. അതുപോലെ ഇവിടെ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എഴുതേണ്ടി വരും. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ അതിനുള്ളിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ റിപ്പീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതില്ല, റിപ്പീറ്റായിട്ട് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്ത പോലെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യൽ മസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ഇനീഷ്യലൈസ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേഷനാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ലൂപ്പിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം ഇൻഫിനിറ്റായിട്ട് റിപ്പീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടേയിരിക്കും. നിങ്ങളുടെ പ്രോഗ്രാം സ്റ്റോപ്പ് ആവലുണ്ടാവില്ല. അപ്പോൾ ഇത് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ദ കൺട്രോൾ വേരിയബിൾ. അപ്പോൾ കൺട്രോൾ വേരിയബിൾ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അത് ഏതുവരെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേഷനാണ്. ഒരു എക്സാമ്പിൾ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇതും തന്നെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടില്ല, പ്രോഗ്രാമിനകത്ത് ചെറിയൊരു പോർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ ഇൻറ്റ് ഐ ഈക്വൽ ടു 1, അതായത് കൺട്രോൾ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തുകയാണ്. ഐ ഈക്വൽ ടു 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വൈൽ ഐ ലെസ് ദാൻ 10, നിങ്ങൾക്കറിയാം ഇനീഷ്യലി ഐൻ്റെ വാല്യൂ 1 ആണ്. സോ 1 ലെസ് ദാൻ 10 എന്നുള്ളത് ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. 1 ചെറുതാണ്, 10നേക്കാളും ചെറിയൊരു നമ്പറാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് കടക്കും. ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇവിടെ ഐൻ്റെ വാല്യൂ 11 ആണെന്നുണ്ടെങ്കിൽ 11 ലെസ് ദാൻ 10 അല്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഈ ബ്ലോക്കിൻ്റെ ഉള്ളിലോട്ട് കടക്കലുണ്ടാവില്ല, നേരെ പുറത്തോട്ട് വരും, ലൂപ്പിന് പുറത്തോട്ട് വരും. അപ്പോൾ ഇവിടെ 1 ലെസ് ദാൻ 10 എന്നുള്ളത് ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. എന്താണ് ഇതിനുള്ളിൽ എഴുതിയിട്ടുള്ളത്, പ്രിൻ്റ് ഓഫ് %d/n, i. സ്ലാഷ് എന്ന് പറഞ്ഞാൽ ന്യൂ ലൈൻ ക്യാരക്ടറാണ്. അപ്പോൾ ഐക്കകത്ത് എന്താണോ വാല്യൂ ഉള്ളത് അത് പ്രിൻ്റ് ചെയ്യും. ഐക്കകത്ത് 1 ആണുള്ളത് ഇനീഷ്യലി, ആ 1 പ്രിൻ്റ് ചെയ്യും. ദെൻ i++ ചെയ്യും. നമ്മൾ ഓപ്പറേറ്ററിൻ്റെ കേസിൽ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ പറഞ്ഞു. അപ്പോൾ i++ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷനാണ്. അതായത് ഐക്കകത്ത് ഓൾറെഡി ഉള്ള വാല്യൂവിൻ്റെ കൂടെ ഒരു വാല്യൂയും കൂടി ആഡ് ചെയ്യും. ഐയിൽ ഓൾറെഡി 1 ആണുള്ളത്, സോ ഐൻ്റെ വാല്യൂ 2 ആകും. അതായത് i = i+1 ആകും. ദാറ്റ് ഈസ് i = 2 ആകും. i = 2 ആയിക്കഴിഞ്ഞാൽ കൺട്രോൾ പിന്നെ നേരെ ഇങ്ങോട്ടാണ് വരിക. എഗെയിൻ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഐൻ്റെ വാല്യൂ ഇപ്പോൾ 2 ആണ്. 2
ലെസ് ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ 10 ആണ്, അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എഗെയിൻ പെർസെൻറ്റേജ് ഡി പ്രിൻ്റ് ചെയ്യും, പെർസെൻറ്റേജ് ഡി ഐ പ്രിൻ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐൻ്റെ വാല്യൂ ഇപ്പോൾ 2 ആണ്, ആ 2 പ്രിൻ്റ് ചെയ്യും. സോ നേരത്തെ 1 ഓൾറെഡി പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 2 പ്രിൻ്റ് ചെയ്തു. ദെൻ ഐൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. ഐൻ്റെ വാല്യൂ 3 ആകും. 3 ആയി കഴിഞ്ഞാൽ വീണ്ടും കൺട്രോൾ ഇങ്ങോട്ട് വരും, ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 3 ലെസ് ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്യും, അതും ട്രൂ ആണ്. അഗെയിൻ 3 പ്രിൻ്റ് ചെയ്യും, ഐൻ്റെ വാല്യൂ 4 ആകും. 4 ലെസ് ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്യും, ആ 4 പ്രിൻ്റ് ചെയ്യും, ഐൻ്റെ വാല്യൂ 5 ആകും. 5 ലെസ് ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്യും, അത് പ്രിൻ്റ് ചെയ്യും, ഐൻ്റെ വാല്യൂ 6 ആകും. 6 ലെസ് ദാൻ 10 ആകും. അതങ്ങനെ വർക്ക് ചെയ്ത് റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഏതുവരെ പോകും? ഐൻ്റെ വാല്യൂ 9 എത്തിക്കഴിഞ്ഞാൽ 9 ലെസ് ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്യും, അതും ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എഗെയിൻ ആ 9 പ്രിൻ്റ് ചെയ്യും. അപ്പോൾ 1 മുതൽ 9 വരെ ഇപ്പോൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഐൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും, 10 ആകും. പിന്നെ കണ്ടീഷൻ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ 10 ലെസ് ദാൻ 10 അത് ഫാൾസ് ആണ്. 10 ഈക്വൽ ടു 10 ആണ്, 10 ലെസ് ദാൻ 10 അല്ല. അപ്പോൾ എന്ത് ചെയ്യും? കൺട്രോൾ ഇവിടെ ഫാൾസായി, ഡിസിഷൻ അതായത് ഇവിടെ ഈ ഒരു എക്സിക്യൂഷൻ ഫാൾസായി. അപ്പോൾ കൺട്രോൾ നേരെ ഇങ്ങോട്ട് വരും, അതായത് ഈ ലൂപ്പിന് പുറത്തോട്ട് വരും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പ്രോഗ്രാമിനകത്ത് കൊടുത്തിട്ടുള്ളത് അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ എക്സിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പ്രോഗ്രാമിനകത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ലൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടീഷനോട് ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ട്രൂ ആയിരിക്കും. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് മോണിറ്ററിൽ പ്രിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 1 മുതൽ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യും. പ്രോഗ്രാം സ്റ്റോപ്പ് ആവലുണ്ടാവില്ല. അപ്പോൾ ഇതാണ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ്. വൈൽ സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന വേറൊരു പേരാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയും. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പിലോട്ട് കയറുമ്പോൾ തന്നെ എൻട്രി തന്നെ ചെക്ക് ചെയ്യാണ്. ഇപ്പം നിങ്ങളൊരു പ്രോഗ്രാം നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ ആ എൻട്രിയിൽ നിങ്ങൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കേണ്ടി വരും. എന്നിട്ട് ടിക്കറ്റ് വെരിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾ ഉള്ളിലോട്ട് കയറ്റുക. ഇതേപോലെ തന്നെ ഈ ലൂപ്പിനുള്ളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ. അതാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. ഇനി അടുത്ത ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനെ പറയുന്ന പേരാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയും. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോഗ്രാം കാണാൻ പോകുമ്പോൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, അത് വൈൽ ലൂപ്പാണ്. ഇനി നിങ്ങൾ പ്രോഗ്രാം കാണാൻ വേണ്ടി കയറുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് വെരിഫൈ ചെയ്യുന്നില്ല, പകരം നിങ്ങൾ പ്രോഗ്രാം എല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ വരുമ്പോഴാണ് നിങ്ങൾ ടിക്കറ്റ് വെരിഫൈ ചെയ്യുന്നതെങ്കിൽ അതിന് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. അപ്പോൾ ഡു വൈൽ എന്നുള്ളത് ഒരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന് സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിളാണ്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യണം ഫസ്റ്റ്, പിന്നെ ഡു എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കീവേഡ് കൊടുത്തിട്ടുണ്ട്. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കണ്ടീഷനൊന്നും ചെക്ക് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ലൂപ്പിനുള്ളിലോട്ട് കയറുകയാണ്. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യും, എഗെയിൻ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് ഓപ്പറേഷൻ ചെയ്യും. ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ ഈ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും ആ ലൂപ്പിനുള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ തിരിച്ചിങ്ങോട്ട് പോക്കുണ്ടാവില്ല, അടുത്ത താഴോട്ടുള്ള ലൈൻസാണ് എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എഗെയിൻ ഇങ്ങോട്ട് വരും, ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, എഗെയിൻ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇൻറ്റ് ഐ ഈക്വൽ ടു 12 എന്ന് കൊടുത്തിട്ടുണ്ട്. ഐൻ്റെ വാല്യൂ നമ്മൾ 12 വെച്ചാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇനി ഈ ലൂപ്പിനുള്ളിലോട്ട് കയറും, പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് ഡി കോമ ഐ. ഐയിൽ ഇപ്പോൾ 12 ആണുള്ളത്, 12 പ്രിൻ്റ് ചെയ്യും. ദെൻ ഐ പ്ലസ് പ്ലസ്, ഐൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും, ഐൻ്റെ വാല്യൂ 13 ആകും. 13 ആയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, 13 ലെസ് ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അല്ല, 13 ഗ്രേറ്റർ ദാൻ 10 ആണ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ തെറ്റി. കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് പോക്കുണ്ടാവില്ല, പിന്നെ താഴോട്ടാണ് വരിക. താഴെ നിങ്ങൾ എന്താണോ പ്രോഗ്രാമിനകത്ത് വേറെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുള്ളത് അത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം എന്തായാലും ഈ ലൂപ്പിനുള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. സപ്പോസ് ഇവിടെ നമ്മൾ ഐൻ്റെ വാല്യൂ 1 ആണെന്ന് കൊടുത്തെന്ന് കരുതുക, ഐൻ്റെ വാല്യൂ 1 ആണ് കൊടുത്തെന്ന് കരുതുക. അപ്പോൾ ഇവിടെ 1 പ്രിൻ്റ് ചെയ്യും ഫസ്റ്റ്, ഐൻ്റെ വാല്യൂ 2 ആകും. 2 ലെസ് ദാൻ 10 ആണോ എന്ന് ചെക്ക് ചെയ്യും, അത് ട്രൂ ആണ്, എഗെയിൻ ഇങ്ങോട്ട് വരും, ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ ദിസ് ഈസ് കോൾഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. അപ്പോൾ ഇതാണ്
വൈൽ സ്റ്റേറ്റ്മെൻറ്റും ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ പ്രോഗ്രാംസ് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിൻറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ് ആണ്. ഫസ്റ്റ് 10 നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ. അതായത് നമുക്കൊരു നമ്പർ n ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നമ്പർ 20 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് 20 നമ്പേഴ്സിൻ്റെ സമ്മ്, അതായത് 1 + 2 + 3 + 4 + എക്സെട്ര +19 + 20, ആ ഒരു സമ്മ് റിസൾട്ട് എന്താണോ വരുന്നത് അത് പ്രിൻ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ n-ൻ്റെ വാല്യൂ 10 ആണ് കൊടുക്കുന്നതെങ്കിൽ 1 + 2 + 3 + എക്സെട്ര +9 + 10, അതിൻ്റെ സമ്മ് നിങ്ങൾക്കറിയാം 55 ആണ്. ഫസ്റ്റ് 10 നമ്പേഴ്സിൻ്റെ സമ്മ് 55 ആണ്. സോ നമ്മൾ n-ൻ്റെ വാല്യൂ 10 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് പ്രിൻ്റ് ചെയ്യേണ്ടത് 55 എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യന് x⁻n കാണാനാണ്. x⁻n കാണാൻ, അതായത് എക്സും എന്നും ഇവിടെ ഇൻപുട്ട് ചെയ്യേണ്ടി വരും. യൂസർ അടുത്ത് നിന്ന് റീഡ് ചെയ്യണം, എന്നിട്ട് ആ പവർ കാണണം. മൂന്നാമത്തെ ക്വസ്റ്റ്യന് റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദി സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ ഗിവൺ നമ്പർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 123 എന്നുള്ള നമ്പർ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 + 2 + 3, അതിനകത്ത് വരുന്ന ഓരോ ഡിജിറ്റുകളുടെയും സമ്മ് കാണാനുള്ള ക്വസ്റ്റ്യനാണ്. നാലാമത്തെ ക്വസ്റ്റ്യന് 100ൻ്റെയും 200ൻ്റെയും ഇടയിലുള്ള 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ നമ്പേഴ്സും പ്രിൻ്റ് ചെയ്യാനാണ്. അതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഓരോ എക്സാമ്പിൾസും നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് ഈ 4 പ്രോഗ്രാമിംഗ് എക്സാമ്പിൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാം, ലൂപ്പ് യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം ചെയ്തു നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനകത്ത് വെൽക്കം എന്നുള്ള മെസ്സേജ് 10 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ ഈ വെൽക്കം എന്നുള്ള മെസ്സേജ് 10 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി ചെയ്യുക printf എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും, ഇതുവരെ നമ്മൾ പഠിച്ച മെത്തേഡ് അനുസരിച്ച് വെൽക്കം എന്നുള്ള മെസ്സേജ് 10 പ്രാവശ്യം ടൈപ്പ് ചെയ്യൂലേ. ഇതേ മെസ്സേജ് കോപ്പി പേസ്റ്റ് ചെയ്ത് 10 ലൈന് ടൈപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ 10 ലൈൻ എഴുതുന്നതിന് പകരമായിട്ട് നമുക്ക് ഇത് സിമ്പിളായിട്ട് ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് 10 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യിക്കാൻ പറ്റും. 10, 100, 1000 എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കാൻ പറ്റും. അതാണ് ലൂപ്പിങ്ങിൻ്റെ പ്രത്യേകത. നിങ്ങൾ ഈ printf എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി, അത് 10 ടൈംസ് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ വേണ്ടത്, നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് സാമ്പിൾ പ്രോഗ്രാം ഒന്ന് ചെയ്തു നോക്കാം. ഇൻറ്റ് i = 0, 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. തൽക്കാലം നമുക്ക് 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 10 ടൈംസ് ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺട്രോൾ വേരിയബിൾ. അപ്പോൾ അത് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ വൈൽ i <10 10 ടൈംസ് ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യാം, അത് ഒരു ബ്രാക്കറ്റിനുള്ളിലാക്കി കൊടുക്കാം. എന്നിട്ട് കൺട്രോൾ വേരിയബിൾ ഇൻക്രിമെൻ്റ് ചെയ്യാം, ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യാം. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ടൈം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഒരു ന്യൂ ലൈനും കൂടി പ്രിൻ്റ് ചെയ്യാം. മറ്റേതെല്ലാം ഒരൊറ്റ ലൈനിൽ തന്നെ പ്രിൻ്റ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ ഐയുടെ വാല്യൂ ഫസ്റ്റ് 0 ആണ്. 0 എന്നുള്ളത് 10-നേക്കാളും ചെറിയ ഒരു വാല്യൂ ആണ്. അപ്പോൾ വെൽക്കം എന്നുള്ളൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. ദെൻ ഐൻ്റെ വാല്യൂ i = i+1 ആകും. ഐൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. ഐൻ്റെ വാല്യൂ 2 ആകും. ഐൻ്റെ വാല്യൂ 1 ആകും. 1 <10 ആണ്. സോ വെൽക്കം എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. ദെൻ ഐൻ്റെ വാല്യൂ 2 ആകും. 2 <10 ആണ്. അപ്പോൾ അതങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ <10 വരെയാണ് പോകുന്നത്, കാരണം നമ്മൾ ഐൻ്റെ വാല്യൂ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ 10 പ്രാവശ്യം വെൽക്കം എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് നിങ്ങൾ ഇവിടെ ഐയുടെ വാല്യൂ 1 ആണ് കൊടുത്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ <= കൂടിയും കൊടുക്കണം. എങ്കിൽ മാത്രമേ 10 പ്രാവശ്യം ആവുകയുള്ളൂ. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെയിം ഔട്ട്പുട്ട് കിട്ടും. ഇനി ഇതേ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് 1 മുതൽ 20 വരെ പ്രിൻ്റ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ വെൽക്കം എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നമ്പറാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. സോ %d എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ടത്, i ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. കാരണം ഐൻ്റെ വാല്യൂ 1 മുതൽ 20 വരെ പ്രിൻ്റ് ചെയ്യണമെന്ന് കരുതുക. 1 മുതൽ 20 വരെ പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐൻ്റെ വാല്യൂ ആണ് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 1 മുതൽ 20 വരെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ. ഇനി നിങ്ങൾക്ക് നേരെ റിവേഴ്സാണ് പ്രിൻ്റ് ചെയ്യേണ്ടതെന്ന് കരുതുക. അതായത് ഫോർ എക്സാമ്പിൾ 20 മുതൽ എന്ത് ചെയ്യണം, 1 വരെ പ്രിൻ്റ് ചെയ്യണം എന്ന് കരുതുക. അപ്പോൾ ഇവിടെ ഐൻ്റെ വാല്യൂ 20 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് > 1 വരെ പോകണം. സോ ഫസ്റ്റ് ഐൻ്റെ വാല്യൂ 20 ആണ്. 20 1-നേക്കാളും വലിയ വാല്യൂ ആണ്. അപ്പോൾ ആ ഒരു കേസിൽ
ഐനകത്തുള്ള വാല്യൂ എന്താണോ അത് പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ 20 ആണ് അത് പ്രിന്റ് ചെയ്യുക. ദെൻ ഐൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെന്റ് ചെയ്യണം, കാരണം 20-ൽ നിന്ന് ബാക്കിലോട്ടാണ് വരുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 20 മുതൽ 1 വരെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു പ്രോഗ്രാം. ഇനി ഇതേ പ്രോഗ്രാമിനെ നമുക്ക് ഡു വൈൽ വെച്ച് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും നോക്കാം. ഇതിപ്പോൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. നമുക്ക് ഇതേ പ്രോഗ്രാം ഡു വൈൽ വെച്ച് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ നോക്കാം. ഒന്നുമില്ല, ഇവിടെ ഈ വൈൽ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ലാസ്റ്റ് ഒരു സെമി കോളൻ കൊടുക്കുക. ഇത് വളരെ മസ്റ്റ് ആണ്, സെമി കോളൻ. ഡു വൈലിൻ്റെ ലാസ്റ്റ് നിങ്ങളൊരു സെമി കോളൻ കൊടുക്കൽ മസ്റ്റ് ആണ്. എന്നിട്ട് ഇവിടെ ഒരു ഡു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. 20 മുതൽ 1 വരെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വൈലും ഡു വൈലും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് നമ്മളെ എക്സാമ്പിൾ പ്രോഗ്രാം ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റിന് എന്തായിരുന്നു? സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ n എന്താണെന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം, കാരണം യൂസർ ഇടുന്ന ഒരു വാല്യൂ റീഡ് ചെയ്യണം. അപ്പോൾ n എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. ദെൻ നമ്മളെ കൺട്രോൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. തൽക്കാലം നമുക്ക് 1 വെച്ച് ഇനീഷ്യലൈസ് ചെയ്യാം കൺട്രോൾ വേരിയബിൾ, കാരണം സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് ആണ്. ഇപ്പോൾ 10 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1 + 2 + 3 + എക്സെട്ര +10 ആണ് കാണേണ്ടത്. അപ്പോൾ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ വാല്യൂ 1 കൊടുക്കാം. ഇനി നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട്, അതായത് ഇതെല്ലാം കൂടി സം ചെയ്തിട്ടുള്ള റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സം എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അത് ഇനീഷ്യലി 0 ആണ്. അതിനകത്ത് ഫസ്റ്റ് കേസിൽ നമ്മൾ സം ഒന്നും ഇല്ല. അപ്പോൾ ഇനീഷ്യൽ കേസിൽ സമ്മിൻ്റെ വാല്യൂ 0 ആണ്. ഇനി യൂസർ എടുക്കുന്ന എന്ത് ചെയ്യണം? വാല്യൂ റീഡ് ചെയ്യണം. സോ യൂസറോട് ചോദിക്കാം, ഒരു വാല്യൂ എൻ്റർ ചെയ്യാൻ ചോദിക്കാം. എൻ്റർ ദ വാല്യൂ ഫോർ n, എന്നൊരു വാല്യൂ എൻ്റർ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ യൂസർ നോർമലി എൻ്റർ ചെയ്യുന്ന വാല്യൂ ഒരു സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യുക. സ്കാൻഎഫ് ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ ആണ്. സോ %d, ആമ്പർസാൻഡ്, അത് n-നകത്തോട്ട് റീഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരു വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് റിപ്പീറ്റ് ആയിട്ട് സം ഇങ്ങനെ കാണണം. സോ വൈൽ കണ്ടീഷൻ എവിടെ മുതൽ എവിടെ വരെ പോകണം? ഐൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരെ പോകണം, കാരണം ഐൻ്റെ വാല്യൂ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 1 മുതൽ n വരെ പോകണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? സമ്മ് കാണണം. സോ സം ഈക്വൽ ടു ഓൾറെഡി സമ്മിനകത്ത് എന്താണോ വാല്യൂ ഉള്ളത് അതേ പ്ലസ് ഐൻ്റെ വാല്യൂ ആഡ് ചെയ്യുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മിനകത്ത് ഓൾറെഡി 0 ആണ്, ഐയിലിപ്പോൾ 1 ആണുള്ളത്. സോ 0 + 1, ആ 1 ഈ സമ്മിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. ദെൻ ഐൻ്റെ വാല്യൂ അടുത്ത വാല്യൂ എടുക്കണം, 2 ആക്കണം. അതായത് 1 + 2 + 3 + അങ്ങനെയാണ് പോകുന്നത്. സോ ഐൻ്റെ വാല്യൂ 2 ആക്കി. ഇനി ഇവിടെ കൺട്രോൾ ഇങ്ങോട്ട് വന്ന് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ നോക്കി. n ഫോർ എക്സാമ്പിൾ 10 ആണെങ്കിൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കി. ദെൻ അങ്ങനെയാണെങ്കിൽ സം ഈക്വൽ ടു നേരത്തെ സമ്മിനകത്ത് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിനകത്ത് നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഒരു 1 കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ 1 പ്ലസ് ഇപ്പോൾ ഐക്കകത്ത് എന്താണോ വാല്യൂ ഉള്ളത് അതും കൂടി ആഡ് ചെയ്യും, അതായത് 2. സോ 1 + 2, ആ 1 + 2 പറഞ്ഞാൽ 3. അപ്പോൾ സമ്മിനകത്തോട്ട് 3 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. ഇപ്പോൾ സമ്മിനകത്ത് 3 ആണുള്ളത്. ദെൻ ഐൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. അതിൻ്റെ വാല്യൂ 3 ആക്കും. ദെൻ 3 ലെസ് ദാൻ 10, അതും ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. 3 ലെസ് ദാൻ 10. സോ സം ഈക്വൽ ടു നേരത്തെ സമ്മിനകത്ത് 3 വന്നിരുന്നു തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ, ആ 3 പ്ലസ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള 3. സോ 3 + 3 6, ആ 6 ആണ് ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യുക. ദെൻ അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ ഈ സമ്മിനകത്ത് 6 എത്തിയിട്ടുണ്ടാവും. 6 + 4 10, ദെൻ 10 + 5, അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഫൈനലി ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുന്ന എപ്പോഴായിരിക്കും? ഐൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂവിനേക്കാളും ഒരു വാല്യൂ കൂടുതൽ വന്നു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ n 10 ആണ് എൻ്റർ ചെയ്തെങ്കിൽ ഐൻ്റെ വാല്യൂ 11 എത്തുമ്പോൾ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ റിസൾട്ട് പ്രിന്റ് ചെയ്യുക. സം ഓഫ് ദാറ്റ് ഫസ്റ്റ് നമ്പേഴ്സ്, ഫസ്റ്റ് n നമ്പേഴ്സ്. സോ ദ സം ഈസ് %d, ആ സമ്മിനകത്ത് എന്താണോ ഉള്ളത് അത് പ്രിന്റ് ചെയ്യുക. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ ദ വാല്യൂ ഫോർ n, നമ്മൾ 10 എൻ്റർ ചെയ്യാം. സം ഈസ് 55 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി റൺ ചെയ്യാം. ഇത് റൺ ചെയ്യുമ്പോൾ എൻ്റർ ദ വാല്യൂ ഫോർ n, നമുക്കൊരു 20 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദ സം ഈസ് 210. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യന് x⁻n കാണാനുള്ള പ്രോഗ്രാമാണ്. നമുക്കത് ക്ലിയർ ചെയ്യാം. x⁻n, നിങ്ങൾക്കറിയാം x⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു അപ് ടു എൻ ടൈംസ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എൻ ടൈംസ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ സം അല്ല, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് വേണ്ട വേരിയബിൾസിനെല്ലാം ഡിക്ലെയർ ചെയ്യാം. വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റ് ഈക്വൽ ടു 1. നമുക്ക് എക്സ് എന്നും അൺനോൺ വേരിയബിൾസ് ആണ്, അപ്പോൾ അത് യൂസറുടെ നിന്ന് റീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ 2 വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാം. നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് നേരത്തെ നമ്മൾ സമ്മാണ് യൂസ് ചെയ്തത്, ഇവിടെ നമ്മൾ റിസൾട്ട് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേരിയബിൾ നെയിം യൂസ് ചെയ്യാം. നമുക്കിവിടെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ നെയിം യൂസ് ചെയ്യാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. 0 റിസൾട്ട് ഈക്വൽ ടു 0 വെച്ച് സെറ്റ് ചെയ്യരുത്, കാരണം മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക, 1 വെച്ചിട്ട് യൂസ് ചെയ്യുക. കാരണം 0 വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 ആണ് എപ്പോഴും റിസൾട്ട് കിട്ടുക. അപ്പോൾ അത് 1 വെച്ച് ഇനീഷ്യലൈസ് ചെയ്യുക റിസൾട്ട്. ഇനി യൂസറുടെ നിന്ന് വാല്യൂസ് റീഡ് ചെയ്യണം. സോ പ്രിന്റ് എഫ് എൻ്റർ ദ വാല്യൂസ് ഫോർ എക്സ് ആൻഡ് എൻ. എക്സിനും എന്നിനും വാല്യൂസ് റീഡ് ചെയ്യണം. അത് സ്കാൻ ഓഫ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, യൂസറുടെ നിന്ന് വാല്യൂസ് റീഡ് ചെയ്യാം. %d കോമ ആമ്പർസാൻഡ് എക്സ് കോമ ആമ്പർസാൻഡ് എൻ. അപ്പോൾ എക്സും എന്നും വാല്യൂസ് റീഡ് ചെയ്തു. ഇനി നമുക്കൊരു വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, റിപ്പീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വൈൽ എവിടെ മുതൽ എവിടം വരെ പോകണം, ഐൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ വരെ പോകണം. എൻ ടൈംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 1 മുതൽ എൻ വരെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ റിസൾട്ട് ഈക്വൽ ടു നേരത്തെ ഓൾറെഡി റിസൾട്ടിനകത്ത് 1 ഉണ്ട്, അതേ ഇൻറ്റു എക്സ്. കാരണം എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ദെൻ ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ലൂപ്പിന് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, ആ റിസൾട്ട് പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് എഫ് എക്സ് റേസ് ടു എന്ന് പറഞ്ഞാൽ പവർ ആണല്ലേ. സോ പവർ ഈസ് %d കോമ റിസൾട്ടാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇന്ന് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ ദ വാല്യൂ ഫോർ എക്സ് ആൻഡ് എൻ. നമ്മൾ എക്സിന് 2 കൊടുക്കാം, എന്നിനും 2 കൊടുക്കാം. സോ 2 4 ആണ് റിസൾട്ട് കിട്ടേണ്ടത്. ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. എക്സിന് നമുക്ക് 2 കൊടുക്കാം, ദെൻ എന്നിന് നമുക്ക് 3 കൊടുക്കാം. 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ അത് റിസൾട്ട് കറക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഒരു ഡിജിറ്റിനകത്തുള്ള അല്ലെങ്കിൽ ഒരു നമ്പറിനകത്തുള്ള ഡിജിറ്റുകളുടെ സമ്മാണ് കാണേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 123 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 + 2 + 3 ആണ് കാണേണ്ടത്. അതായത് 6 ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വേരിയബിൾ നമുക്ക് നമ്പർ ഫസ്റ്റ് റീഡ് ചെയ്യേണ്ടി വരും. ഇവിടെ 123 എന്ന് പറയുമ്പോൾ അതിനകത്ത് 1 എടുക്കണം, പിന്നെ 2 എടുക്കണം, പിന്നെ 3 എടുക്കണം. ഇതിൻ്റെ എല്ലാം കൂടി സമ്മ് കാണണം. അങ്ങനെയാണ് ചെയ്യുന്നത്. സോ നമുക്കൊരു ഡിജിറ്റ് സ്റ്റോർ ചെയ്യണം. ഓരോ ഡിജിറ്റും അതിന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സോ ഡിജിറ്റ് സ്റ്റോർ ചെയ്യാൻ ഡി എന്നുള്ളൊരു വേരിയബിൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ സം എന്നുള്ളൊരു വേരിയബിളും യൂസ് ചെയ്യാം. സം അത് 0 വെച്ച് ഇനീഷ്യലൈസ് ചെയ്യാം. ഇനി യൂസറോട് എന്ത് ചെയ്യണം, നമുക്ക് ഏത് നമ്പറിൻ്റെ സമ്മാണോ കാണേണ്ടത് ആ നമ്പർ യൂസറിനോട് എൻ്റർ ചെയ്യാൻ പറയണം. സോ എൻ്റർ ദ നമ്പർ. യൂസറിനോട് നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അത് സ്കാൻ ഓഫ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. സോ സ്കാൻ ഓഫ് %d കോമ ആമ്പർസാൻഡ് എൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ ഡിജിറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സെപ്പറേറ്റ് ചെയ്യുന്നതോട് കൂടെ തന്നെ എന്ത് ചെയ്യണം, സമ്മിലോട്ട് അത് ആ ഡിജിറ്റിനെ സമ്മിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലൂപ്പ് കണ്ടീഷൻ നമുക്ക് കൊടുക്കേണ്ടത് എന്നിൻ്റെ വാല്യൂ 0 ആകുന്നത് വരെ ചെയ്യണം. കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും 2 ഓപ്പറേഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ തൽക്കാലം താഴെ എഴുതാം, പ്രോഗ്രാമിൻ്റെ താഴെ. ഇത് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഈ എഴുതാൻ പോകുന്ന പ്രോഗ്രാം സ്റ്റേറ്റ്മെൻ്റ് അല്ല. നിങ്ങൾക്കറിയാം, ഒരു നമ്പർ ഫോർ എക്സാമ്പിൾ 123 അല്ലെങ്കിൽ 234 ബൈ 10 ഇൻറ്റിജർ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 234/10 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന 23.4 ആണ് കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ ഇൻറ്റിജർ ബൈ ഇൻറ്റിജർ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് 23 കിട്ടുള്ളൂ, 23.4 കിട്ടില്ല. കാരണം താഴെയും മേലെയും ഇൻറ്റിജർ ആണ് വന്നിട്ടുള്ളത്. ഇൻറ്റിജർ മോഡ് അരിത്മെറ്റിക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതും ഇൻറ്റിജർ തന്നെ ആയിരിക്കും. അതേപോലെ
652/10 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 65 ആയിരിക്കും. 65 റിസൾട്ട് കിട്ടുക. ഇനി ഇത് റിമൈൻഡർ ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ, മോഡുലസ് ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ ആണ് കിട്ടുക. റിമൈൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോയി കിട്ടുന്ന ബാലൻസ്. ഇപ്പോൾ 652 മോഡ് 10 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ 2 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ 123 മോഡ് 10 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ 3 ആയിരിക്കും. ലാസ്റ്റ് ഡിജിറ്റ് ആണ് കിട്ടുക എപ്പോഴും മോഡ് 10 ചെയ്ത് കഴിഞ്ഞാൽ. മോഡ് 100 ആണെങ്കിൽ നിങ്ങൾക്ക് 23 കിട്ടും. അപ്പം ഈ ഒരു ലോജിക്കാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ വൈൽ ലൂപ്പിനകത്ത് ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ഇൻപുട്ട് ചെയ്ത നമ്പർ 0 ആകുന്നത് വരെ ഈ ലൂപ്പ് വർക്ക് ചെയ്യിക്കണം. വൈൽ n ഗ്രേറ്റർ ദാൻ 0 ആകുന്നത് വരെ ഈ ലൂപ്പ് വർക്ക് ചെയ്യണം. ഓരോ ഇറ്ററേഷനിലും നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഓരോ ഡിജിറ്റ് എടുക്കണം. സോ n മോഡ് 10 ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ n 123 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 123 മോഡ് 10 ആവും. 123 മോഡ് 10. അപ്പം നിങ്ങൾക്ക് ഡിക്കകത്ത് 3 ആണ് കിട്ടുക. സോ ഡിക്കകത്ത് ഇപ്പോൾ 3 വന്ന്. ഞാൻ അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, 123 മാറ്റിയിട്ട് 12 ആക്കി മാറ്റണം. ദെൻ 12 മോഡ് 10 ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് 2 കിട്ടും. അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ 12നെ മാറ്റിയിട്ട് 1 ആക്കണം. 1 മോഡ് 10 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കിട്ടും. അപ്പോൾ അങ്ങനെ ഓരോ ഡിജിറ്റും നിങ്ങൾക്ക് അതിന് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഡിക്കകത്ത് 123 മോഡ് 10 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 3 ആണ് കിട്ടുക. ലാസ്റ്റ് ഡിജിറ്റ് ആണ് കിട്ടുക. അതെന്ത് ചെയ്യുക, അത് നമ്മൾ സമ്മിനകത്തോട്ട് ആഡ് ചെയ്യുക. സോ സം ഈക്വൽ ടു സം പ്ലസ് കിട്ടിയ ഡിജിറ്റ്. നിങ്ങൾക്ക് ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, സം പ്ലസ് ഈക്വൽ ടു ഡി എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാലും സെയിം തന്നെയാണ്, സം ഈക്വൽ ടു സം പ്ലസ് ഡി തന്നെയാണ്. സോ സം പ്ലസ് ഈക്വൽ ടു ഡി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഇപ്പോൾ 123 ആണ് നമ്മളെ കയ്യിലുള്ളത്, എന്നിനകത്ത് 123 ആണുള്ളത്, അതിനെ 12 ആക്കി മാറ്റണം. കാരണം അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ അതിന് 2 ആണ് എടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, n ഈക്വൽ ടു n/10 ചെയ്യുക, ഇൻറ്റിജർ ഡിവിഷൻ. സോ എന്നിനകത്ത് 123 ആണെങ്കിൽ 123/10 ചെയ്യുമ്പോൾ എന്നിനകത്ത് ഇപ്പോൾ എന്തായി, 12 ആയി. അഗെയിൻ 12 ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കും. 12 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 12 മോഡ് 10 ചെയ്യും. സോ ഡിക്കകത്ത് 2 വരും. ആ 2നെ നേരത്തെ ഉണ്ടായിരുന്ന സമ്മിനകത്തോട്ട് ആഡ് ചെയ്യും. അഗെയിൻ 12നെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ യു വിൽ ഗെറ്റ് n ഈക്വൽ ടു 1. അപ്പോൾ ഇത് അഗെയിൻ ഇതേ ഓപ്പറേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ റിപ്പീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഫൈനലി ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആ സമ്മ് പ്രിന്റ് ചെയ്യണം. സമ്മ് പ്രിന്റ് ചെയ്യണം. സോ ദ സം ഓഫ് ഡിജിറ്റ്സ് ഈസ് %d, കോമ ആ സമ്മാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ ദ നമ്പർ. നമുക്ക് 123 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 6 ആണ്. അതേപോലെ 1 2 3 4 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 10 ആണ്. സം ഓഫ് ഡിജിറ്റ്സ് ഈസ് 10. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 2 ഓപ്പറേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഡിവിഷനും സെക്കൻഡ് വണ്ണ് മോഡുലസ് ഓപ്പറേറ്ററും. ഓക്കെ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യന് 100ൻ്റെയും 200ൻ്റെയും ഇടയിലുള്ള 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ നമ്പേഴ്സും പ്രിൻ്റ് ചെയ്യണം. സോ വോയിഡ് മെയിൻ നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. കൺട്രോൾ വേരിയബിൾ ഐൻ്റെ വാല്യൂ 100 മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം 100ൻ്റെയും 200ൻ്റെയും ഇടയിലുള്ള നമ്പേഴ്സാണ്. സോ ഐൻ്റെ വാല്യൂ 100 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. വൈൽ ആ ഐൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 വരെ പോകണം അല്ലേ. 100 മുതൽ 200 വരെ പോകണം. ഓരോ ഐട്രേഷനിലും ഐൻ്റെ വാല്യൂ 100 മുതലാണ് തുടങ്ങുന്നത്. ഓരോ ഐട്രേഷനിലും എന്ത് ചെയ്യണം, നമ്പർ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്ന നമ്പർ ആണോ എന്ന് നോക്കണം. അപ്പം നിങ്ങൾക്കറിയാം മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൈൻഡർ കിട്ടുന്നത് 0 ആണെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്ന നമ്പറാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 മോഡ് 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുക. കാരണം അത് ഈവൺ നമ്പറാണ്. അപ്പോൾ റിമൈൻഡർ 0 ആണ് വരിക. 11 മോഡ് 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ സെയിം ലോജിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഐ മോഡ് 6 ചെയ്ത് നോക്കുക. നമുക്ക് 6 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. റിമൈൻഡർ 0 വരികയാണെങ്കിൽ അതെന്താണ് അതിന് മീനിങ്? ആ നമ്പർ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്ന നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ നമ്പറിന് എന്ത് ചെയ്യാം, നമുക്ക് പ്രിന്റ് ചെയ്യാം. ആ നമ്പറിന് പ്രിന്റ് ചെയ്യാം %d. ആ നമ്പർ മാത്രം പ്രിന്റ് ചെയ്താൽ മതി. ഒരു ന്യൂ ലൈനും കൊടുക്കാം.
എന്തിനാണ് പ്രിന്റ് ചെയ്യേണ്ടത്? ഐ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതാണെങ്കിലും അല്ലെങ്കിലും ഐന്റെ വാല്യൂ എന്ത് ചെയ്യാം? ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക. അടുത്ത നമ്പർ എടുക്കണം. അതായത് 101 എടുക്കണം. 101 ലെസ് ദാൻ 200 ആണോ നോക്കും. 101 മോഡ് 6 ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. അല്ല, കാരണം 101-നകത്ത് 6 കറക്റ്റായി ഡിവൈഡ് ചെയ്ത് പോകില്ല. അപ്പം എന്ത് ചെയ്യും? നേരെ കൺട്രോൾ ഇങ്ങോട്ടാണ് വരിക, ഈ പ്രിന്റ് ചെയ്യില്ല. ഇത് ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ പ്രിന്റ് എഫ് വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കൺട്രോൾ ഇങ്ങോട്ടാണ് വരിക. ഇനി ട്രൂ ആണെങ്കിലും എന്ത് ചെയ്യും? ഇത് പ്രിന്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും ടിൽ ദ വാല്യൂ ഓഫ് ഐ റീച്ചസ് 200. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 മുതൽ, അതായത് 100 മീൻസ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ നമ്പേഴ്സും, 100 മുതൽ 200ൻ്റെ ഇടയിലുള്ള 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ നമ്പേഴ്സും ഇവിടെ പ്രിന്റ് ചെയ്യും. ഇന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. 102 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 കൊണ്ട് കറക്റ്റായിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്നത്. അങ്ങനെ 198 വരെ ഉള്ള നമ്പേഴ്സ് ഉണ്ട്. സോ 102, 108, 114 അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതേ ലോജിക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഡു വൈലാണെങ്കിലും ഇതേ ലോജിക്ക് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. വ്യത്യാസം ഇവിടെ ഈ വൈല് മാറ്റിയിട്ട് ആ വൈലിനെ ഇവിടെ കൊണ്ട് ചേർക്കണം. പകരം ഇവിടെ എന്ത് ചെയ്യുക? ഒരു ഡു കൊടുക്കുക. ദെൻ വൈലിൻ്റെ എൻഡിൽ ഒരു സെമി കോളനും കൊടുക്കുക. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.